ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 പച്ചമാങ്ങ എടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നുറുക്കിയെടുക്കുന്ന ഇടയിൽ എൻ്റെ കൈയൊന്ന് മുറിഞ്ഞിക്കും കേട്ടോ ഗായ്സ്. അപ്പോൾ ചോരൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും നമ്മൾ കാര്യമാക്കാതെ മാങ്ങ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാങ്ങക്കൊരു പ്രത്യേകത ഉണ്ട്. ഇത് 5 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാങ്ങച്ചാറാണ് കേട്ടോ. ഈ മാങ്ങച്ചാറിന് കുറച്ച് സാധനങ്ങളൊക്കെ മതി കേട്ടോ. കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കൈ മുറിഞ്ഞിട്ട് അരിയാൻ വയ്ക്കില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ വന്നുകാണ്ട് എൻ്റെ അമ്മ ഞാൻ അരിഞ്ഞിരാണ്ട് ഇങ്ങനത്തെ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ നുറുക്കിയെടുത്തിക്കും കേട്ടോ. അതാക്കണം ഞാൻ ഷോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതൊക്കെ ആക്കി എടുക്കുന്നുണ്ട്, പക്ഷേ പാളിപ്പോയിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ തിന്നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ നമുക്ക് കുറേ മാങ്ങ ഉണ്ട് കേട്ടോ, മരത്തുമെന്ന് കിട്ടിയും. അപ്പോൾ ഒരു മാങ്ങയിട്ട് നമ്മൾ സമ്മന്തി അരച്ചിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെ സമ്മന്തി അരക്കലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കും കേട്ടോ. അപ്പോൾ സമ്മന്തിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് അറിയിക്കും കേട്ടോ. എൻ്റെ അമ്മാൻ്റെ ഒരു അടിപൊളി സ്പെഷ്യൽ സമ്മന്തിയാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ഉപ്പും മുളകും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് എരിവിനനുസരിച്ചുള്ള മുളകും പൊടി നമ്മൾ ഇതിലേക്ക് ഇടും കേട്ടോ. പിന്നെ ഉപ്പ് നന്നായിട്ട് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ കായപ്പൊടി മസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കായപ്പൊടി ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉലുവാപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവാപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ അതിന് മുമ്പ് അച്ചാറിട്ടപ്പോൾ ഉലുവാപ്പൊടി ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ള് മുളകൊക്കെ എല്ലാത്തിനും നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഉച്ചയ്ക്കിലെ കൂട്ടാനൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം, ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ അയിലമീൻ പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പുറത്തെ ഗ്യാസിന് ഇങ്ങനത്തെ ഒരു പാൻ വെച്ചുകൊണ്ട് നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ വാരും കേട്ടോ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇലയൊക്കെ എടുത്തിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എണ്ണ വാരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എന്താ ഉച്ചയ്ക്ക് കൂട്ടാനുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബീട്രൂട്ട് ഉപ്പേരിൻ്റെ റെസിപ്പി പിന്നെ അയിലമീൻ പൊരിച്ചതിൻ്റെ റെസിപ്പിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ പറഞ്ഞ് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ പറഞ്ഞ് കറിവേപ്പിൻ്റെ ഇല ഇട്ടപ്പോൾ എൻ്റെ അമ്മ ചോദിക്കുക എന്നോട്, കടുക് ഇട്ടിട്ടല്ലേ കറിവേപ്പിൻ്റെ ഇല ഇടാൻ. അപ്പോൾ എന്തായാലും പത്താ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും പത്താ, 2 ഒപ്പം പൊട്ടണ തന്നെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ കടുക് ഇട്ടുകാണ്ട് കറിവേപ്പിൻ്റെ ഇല ഇടണം കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാതും ഇങ്ങനെ കടുക് ഇത് നമ്മൾ നല്ലോണം കരിഞ്ഞ് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഈ മാങ്ങച്ചാർക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങച്ചാറൊക്കെ റെഡിയായി. പിന്നെ ഇതിലേക്ക് നമ്മൾ ലേശം സുർക്ക കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ മാങ്ങൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. തുള്ളി സുർക്ക മതി കേട്ടോ, തോനൊന്നും വേണ്ട. അത് ചെറുതായിട്ട് നനയാൻ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി മാങ്ങ അച്ചാർ റെഡി ആക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി മാങ്ങച്ചാറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മാക്സിമം ഈ വീഡിയോക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു. ഇനിയൊരു പുതിയ വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതാണ് കേട്ടോ.